പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ശബ്ദം ഒന്ന് മാറ്റി സംസാരിക്കാം. ഈ ശബ്ദം മാറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം, ഈ ശബ്ദം ഏത് രീതിയിലാണ് മാറുന്നതെന്നുള്ളത് നോക്കണം. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ സൗണ്ട് നിങ്ങൾ ഇതിനു മുന്നേ എൻ്റെ ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരിക്കും. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനമുണ്ട്. അതായത് ഞാൻ എൻ്റെ നോർമൽ സൗണ്ടിലേക്ക് പോകാൻ ഇപ്പോൾ എൻ്റെ നോർമൽ സൗണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് V8 സൗണ്ട് കാർഡ്. ഈ V8 സൗണ്ട് കാർഡിൽ നമ്മൾ ആദ്യമേ ചെയ്തിരുന്ന വീഡിയോയിൽ എല്ലാ കണക്ഷനും ചെയ്തുള്ള വീഡിയോ അല്ല ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡൗട്ടുകളാണ് ഒരുപാട് ആളുകൾക്ക്. അപ്പോൾ ആ ഡൗട്ടെല്ലാം തീർക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഇത് എല്ലാ കണക്ഷനും ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇത് നിങ്ങൾക്ക് ഈ എൻ്റെ കണക്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് ഇത് ഇത്രയും കണക്ഷനുണ്ട്, ഒരുപാട് പാടായിരിക്കും ഇതൊക്കെ ചെയ്യാനെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ നിസ്സാരമാണ്. വെറും സിമ്പിളായിട്ട് എല്ലാ കണക്ഷനും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളും ഇത് സ്പീക്കർ സഹിതം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാനിത് സ്പീക്കർ ഞാൻ കാണിക്കാം. സ്പീക്കർ പലരും ഇതിനു മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ സ്പീക്കറിൻ്റെ കണക്ഷനൊക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ആ സ്പീക്കർ ഒന്ന് കാണിക്കാം. സ്പീക്കറിൻ്റെ കണക്ഷനൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുന്ന രീതിയൊക്കെ ഇതിൽ ഞാൻ കാണിക്കാം. ആദ്യമേ സ്പീക്കർ കാണിക്കാം. ഇതാണ് സ്പീക്കർ. ഇതാണ് സ്പീക്കർ. ഇത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ കണക്ഷൻ എല്ലാം കൊടുത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈസി ആയിട്ട് തന്നെ എല്ലാ കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ ഡയറക്റ്റ് ഞാൻ ഈ വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്ന ഇതിൽ തന്നെ ഡയറക്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു കണക്ഷൻ. അത് കാരണമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം, ഈ സൗണ്ട് മാറ്റുന്നു, ഇതെല്ലാം നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കേൾക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ കണക്ഷനും കാര്യങ്ങളും എല്ലാം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി, അതായത് ഈ നമ്മൾ ഈ ചെയ്തിട്ടുള്ള ഇതിനകത്ത് ഇത്രയും മൊത്തം കണക്ഷനും ഇത് ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങാം. ഡൈനാമിക് പോയിന്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ഇത് ഡൈനാമിക് പോയിന്റ്. ഈ ഒരു ഡൈനാമിക് പോയിന്റ് ഇത് നമുക്ക് ഡൈനാമിക് മൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഡൈനാമിക് മൈക്ക്. ഓക്കെ, ഡൈനാമിക് മൈക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടൻസർ മൈക്ക് ഉണ്ടെങ്കിൽ കണ്ടൻസർ മൈക്ക് യൂസ് ചെയ്താലും മതി. തൊട്ടടുത്ത ഇത് കണ്ടൻസർ മൈക്ക്. അപ്പോൾ ഇത് കണ്ടൻസർ മൈക്കിന്റെ പോയിന്റ് ആണിത്. അപ്പോൾ ഈ ഒരു ഇത് കണ്ടൻസർ മൈക്കോ അല്ലെങ്കിൽ ഡൈനാമിക് മൈക്കോ ഇതിലേതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്താൽ മതി. ഇത് ഞാൻ വേറൊരു കാര്യം കാണിക്കാം. ഇതില് നമുക്ക് സാധാരണ നമ്മുടെ കയ്യിൽ സാധാരണ സിമ്പിൾ ഇയർഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇയർഫോൺ വേണമെങ്കിൽ നമുക്ക് ഈ ഇത് കണക്ക് ഡൈനാമിക് മൈക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സിമ്പിൾ ഇയർഫോണ്. ഇത് സിമ്പിൾ ഇയർഫോൺ ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ ഒരു ജാക്കിലേക്ക് നമുക്ക് ഇതേമാതിരി ഇങ്ങനെ ഒരു ഇയർഫോണ് ഡൈനാമിക് മൈക്കാക്കി മാറ്റാമെന്ന് ഞാനൊരു 3 ലക്ഷം പേര് കണ്ട ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്യണം എനിക്ക് ലാസ്റ്റിൽ. ഇത് എനിക്കൊരു ശരിക്കും ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാണ് ഞാൻ ഇത് സ്പീക്കറുമായിട്ടൊക്കെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റിൽ ഞാനിത് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് ശരിയായിട്ടും ഇത് വർക്ക് ആവുന്നുണ്ടോ എന്നുള്ളത്. ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. നമുക്ക് ഡൈനാമിക് മൈക്കോ അല്ലെങ്കിൽ കണ്ടൻസർ മൈക്കോ. ഓക്കെ, ഇപ്പം കണ്ടൻസർ മൈക്ക് നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടൻസർ മൈക്കിൽ ഇത് കണ്ടല്ലേ, ഇത് കണ്ടൻസർ മൈക്ക് ഇതുമായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ തൊട്ടടുത്തത് ഇത് ഹെഡ്സെറ്റ് പോയിന്റ് ആണ്. ഹെഡ്സെറ്റ് നമുക്ക് ഇത് കണക്കുള്ള ഹെഡ്സെറ്റ് ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു പോയിന്റിൽ, അതായത് ഈ ഒരു പോയിന്റ് ആണ്. ഓക്കെ, പിന്നെ അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ മതി. ഈ പോയിന്റുകളെല്ലാം കാണിക്കുന്നേ ഉള്ളൂ. ഇത് നമുക്ക് ഹെഡ്സെറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോയിന്റ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ എല്ലാം പോയിന്റിന്റെ ഉപയോഗം പറയുന്നതേ ഉള്ളൂ. ഇത് നമ്മുടെ സ്പീക്കർ. ഇത് പലരും ഇത് ചോദിച്ചാണ് സ്പീക്കർ എവിടെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഇതുമായിട്ട് ഈ V8 സൗണ്ട് കാർഡുമായിട്ട് എവിടെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് അതിന്റെ പോയിന്റാണ് ഇത്. ഇവിടെ ഇയർഫോണും അതുകൊണ്ട് തന്നെ സ്പീക്കർ ഇതിലേതെങ്കിലും നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിവിടെ നമ്മുടെ സ്പീക്കർ തന്നെയാണ് ഇതിൽ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ തൊട്ടടുത്ത ഇത് ലാപ്ടോപ്പ്. നമുക്ക് ലാപ്ടോപ്പ് പോയിന്റ് ആണ്. ഇത് ലാപ്ടോപ്പ്
അപ്പോൾ ലാപ്ടോപ്പ് ഇവിടെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്, ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇത്. ഓക്കെ, പിന്നെ അടുത്ത പോയിന്റ് പലർക്കും സംശയമുള്ളതാണ് ഈ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത്, ഇത് ലാപ്ടോപ്പുമായിട്ടും കണക്ട് ചെയ്തിട്ട് നമുക്കതിൽ ഇതുകൊണ്ടെങ്കിൽ മ്യൂസിക് ഇതെല്ലാം ട്രാക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ അതിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് എന്തെല്ലാം ചെയ്യാമോ അതെല്ലാം ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ അതിൻ്റെ തൊട്ടടുത്തത് ഈ ഒരു പോയിന്റ്, അതിൻ്റെ തൊട്ടടുത്തത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ട്രാക്ക് കൊടുക്കുന്ന പോയിന്റ് സെപ്പറേറ്റ്. ഇത് നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ട്രാക്ക് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇത് കൊടുക്കാൻ പറ്റും, ഈ ട്രാക്ക്, ഈ ഒരു പോയിന്റ്. ഓക്കെ, അതിന് പ്രത്യേകമായിട്ട് ഒരു പോയിന്റ് ഉണ്ട്, ഇത് ട്രാക്ക് കൊടുക്കുന്നത്. ഇതും പലരും ചോദിച്ചിട്ടുണ്ട് ട്രാക്ക് കൊടുക്കാൻ വേണ്ടി, ട്രാക്ക് കൊടുക്കുന്ന പോയിന്റാണിത്. ഓക്കെ, പിന്നെ ഈ ലാസ്റ്റിലത്തെ ഇവിടുത്തെ ഈ 2 പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 മൊബൈലിന് വേണ്ടിയുള്ളതാണ്. ഇത് മൊബൈൽ, 2 മൊബൈലും ഇത് കണക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ. ഒന്ന് നമ്മൾ റെക്കോർഡിങ്ങിന് വേണ്ടി, സൗണ്ട് റെക്കോർഡിങ്ങിന് വേണ്ടി, ഒന്ന് നമ്മൾ ഇത് കണക്ക് നമ്മുടെ ഈ മൊബൈൽ ഡയറക്റ്റ് വീഡിയോ റെക്കോർഡിങ് ചെയ്യുന്നില്ലേ, അതിൽ ഡയറക്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് നമ്മൾ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താലും മതി. ഒന്നീ നമുക്ക് സൗണ്ട് റെക്കോർഡിങ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ഏത് രീതിയിലും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എടുത്ത് കാണിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്പീക്കറിന്റെ ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളെ കാണിച്ചാണ് സ്പീക്കർ. ഇതുകൊണ്ട് സ്പീക്കർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ബ്ലൂടൂത്ത് വഴി ഉപയോഗിക്കാൻ സാധിക്കും, പക്ഷെ ഇത് ഡയറക്റ്റ് കണക്റ്റും ചെയ്യാനായിട്ട് സാധിക്കും. ഡയറക്റ്റ് ഇതിന്റെ 2 സൈഡിലും ഇതിന്റെ കണ്ടില്ലേ, 2 സൈഡിലും ഇത് കണക്ക് 3.5 mm പിന്നാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇത് കണക്ക് ഈ 2 സൈഡിലും ഇത് കണക്കത്തെ പിന്ന് തന്നെയാണിത്. അപ്പൊ അതിൽ നമുക്ക് ഉപയോഗിക്കാം, നമ്മുടെ സൗണ്ട് കാർഡിലും ഉപയോഗിക്കാം, ഇതിലും ഉപയോഗിക്കാം. അങ്ങനെ ഒരു കേബിളാണിത്. ഓക്കെ, പല പ്രയോജനമുണ്ട് സ്പീക്കർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ. നമ്മൾ പറയുന്നത് കേൾക്കാനും സാധിക്കും സ്പീക്കറിലൂടെ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പോയിന്റുകൾ. പിന്നെ ഇനി ഒരു കാര്യം ചെക്ക് ചെയ്യാനുള്ളത്, ഇത് കണക്ട് ചെയ്തിട്ട്, അതായത് ഞാൻ ഈ കണ്ടൻസർ മൈക്ക് ഇത് ഞാൻ എടുക്കുകയാണ്. ഇത് കണ്ടൻസർ മൈക്കിന്റെ പോയിന്റിങ് എടുത്തിട്ട് നമ്മൾ ഈ പോയിന്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഡൈനാമിക് മൈക്കായിട്ട് നമ്മളിത് ചെക്ക് ചെയ്യുന്നില്ല, ഈ പോയിന്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ പോയിന്റ് എടുത്തു, എന്നിട്ട് ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഇതിന്റെ സൗണ്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ 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 മൈക്ക് ടെസ്റ്റ്, ഹലോ 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 ഹലോ. ഇതിന്റെ സൗണ്ട് വരുന്നില്ല. ഇതിന്റെ സൗണ്ട് അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്ക് ശരിയായിട്ടുള്ള രീതിയാണെന്ന് തോന്നുന്നില്ല. ഇങ്ങനെ ഡൈനാമിക് മൈക്കായി മാറ്റാനെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു ഇയർഫോണ്. പിന്നെ ആ വീഡിയോയിൽ എന്താണ് കാണിച്ചതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറ്റും എന്ന് വേണമെന്നുണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ ഇത് ചെക്ക് ചെയ്യുന്നുണ്ടെ എനിക്ക് ഇത് സ്പീക്കറിലോട്ട് കേൾക്കണ്ടേ, എനിക്കത് സ്പീക്കറിലോട്ട് കേൾക്കുന്നില്ല. ഹലോ 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 ഹലോ. ഇപ്പം കണ്ടോ, എനിക്ക് സ്പീക്കറിലോട്ട് അത് കേൾക്കുന്നില്ല. സ്പീക്കറിൽ കേട്ടാൽ എനിക്കറിയാതെ ഇത് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയാണ് ഈ സ്പീക്കറുമായിട്ട് കണക്ട് ചെയ്തതിന്റെ പ്രയോജനം ഇതാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു രീതി, ഇങ്ങനെയുള്ള ഒരു രീതി, ഇത് ശരിക്കും വർക്കാവുന്ന രീതിയല്ല. ഈ ഒരു പോയിന്റ് ഇത് കണക്ക് ഇങ്ങനെ ഡൈനാമിക് മൈക്കായിട്ടും മാറ്റാൻ പറ്റുന്ന ഈ ഒരു രീതി, ഇത് ശരിക്കും ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് വേസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഓക്കെ. ഇനി നമ്മുടെ കണ്ടൻസർ മൈക്ക് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. ഇപ്പൊ ഇത് കണ്ടൻസർ മൈക്ക് ഇത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എൻ്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാ പോയിന്റും ഞാൻ കണക്ട് ചെയ്യാത്ത കാരണം പലർക്കും പല ഡൗട്ടുകളായിരുന്നു, പല സംശയങ്ങളും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് കാരണമാണ് എല്ലാ പോയിന്റും ഞാൻ ഇത് കണക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഇത് ചെയ്തത്. ഇപ്പോൾ ഇതിനകത്ത് സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എനിക്ക് ഒരു സൗണ്ടുകളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സാധിക്കും. ഇതിലിപ്പം ഞാൻ നിങ്ങളെ കാണിക്കുക, ഇതിൽ വേണ്ട ഇത് ഞാൻ ആ വീഡിയോയിലൊക്കെ കാണിച്ചാണ്ടേ നമ്മുടെ ഇപ്പോൾ സൗണ്ടൊക്കെ മാറ്റി ഒന്ന് നമ്മുടെ ശബ്ദം ഒന്ന് വേറൊരു ശബ്ദത്തിലാക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആക്കാൻ വേണ്ടി ഈ ഒരു പോയിന്റ് നമ്മൾ ഉപയോഗിച്ചാൽ ഇതിൽ ശബ്ദം മാറും. ഇപ്പം ഞാൻ പറയുന്ന കാര്യമല്ല, നിങ്ങൾക്ക് വേറെ രീതിയിലേക്ക് സൗണ്ട് മാറുന്നുണ്ട്, മാറി കേൾക്കുന്നു അല്ലേ? ഈ വേറെ ഒരു സൗണ്ടല്ലേ കേൾക്കുന്നത്.
അപ്പൊ ഇതിനി വേറെ ഒന്നും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ വേറൊരു ശബ്ദമായി മാറും. ഇപ്പം ഞാൻ പറയുന്ന വേറെ കൊച്ചുകുട്ടികളുടെ മാതിരിയുള്ള സൗണ്ട് അല്ലേ? അപ്പൊ കുട്ടികളുടെ അല്ല വേറെ രീതിയിലുള്ള സൗണ്ട്, ഒരു പതിഞ്ഞ സൗണ്ട്. അപ്പൊ ആ ഒരു സൗണ്ടാണ് ഇപ്പം കേൾക്കുന്നത്. ഇത് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ വേറെ സൗണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ വേറെ ഇനി ഒരു സൗണ്ട് കൂടി മാറ്റാൻ പോകുന്നു. അതെ അതെ ഇപ്പൊ ശരിക്കും പറഞ്ഞത് ശരിക്കും കൊച്ചു പിള്ളേരുടെ സൗണ്ട് മാതിരിയായിട്ട് എന്റെ ഒറിജിനൽ സൗണ്ടിലേക്ക് വരാൻ എനിക്ക്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിങ്ങനെ സൗണ്ട് മാറ്റി ഇങ്ങനെ സംസാരിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ശബ്ദം നമ്മുടെ വേറൊരു രീതിയിലേക്ക്, വേറെ പല പല രീതിയിലേക്ക് നമുക്ക് ഈ V8 സൗണ്ട് കാർഡ് വെച്ച് നമ്മൾ ലൈവായിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സൗണ്ടുകളൊക്കെ മാറ്റാം. ചിയർ ചെയ്യുന്ന ഒരു സൗണ്ട് വേണമെങ്കിൽ അങ്ങനെ മാറ്റാം. നമുക്ക് കാക്കയുടെ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ കാക്കയുടെ സൗണ്ട് കൊടുക്കാം. ഇങ്ങനെ കാക്കയുടെ സൗണ്ടൊക്കെ കൊടുക്കാം. ഇങ്ങനെ പല പല സൗണ്ടുകൾ നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഗണ്ണിൻ്റെ സൗണ്ട് വേണമെങ്കിൽ അങ്ങനെ ഇങ്ങനെ പല പല സൗണ്ടുകൾ ഇങ്ങനെ മാറ്റാനായിട്ട് സാധിക്കും. ഇനി ചിരിക്കുന്ന സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ, പിന്നെ ക്ലാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ക്ലാപ്പ്, ഇങ്ങനെയൊക്കെയുള്ള ക്ലാപ്പ് വേണമെന്നുണ്ടെങ്കിൽ ക്ലാപ്പ്, ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതുണ്ട്. പിന്നെ എന്താ സോങ്ങിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ പറ്റും. പിന്നെ മ്യൂസിക്, വേറൊരു മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ മ്യൂസിക്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ലൈവായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഈ പോയിന്റുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് സൗണ്ട് കൂട്ടുന്ന ഇതാണെന്നുള്ള എല്ലാവർക്കും അറിയാം. ഇത് സൗണ്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതാണെന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഇത് നമുക്ക് എക്കോ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. എക്കോ ഇതിപ്പോൾ ഒരുപാട് കൂട്ടാനായിട്ട് സാധിക്കും. ഇതിപ്പം കണ്ടോ, എക്കോ ഒരുപാട് കൂടി. അപ്പോൾ ഇതേമാതിരി എക്കോ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഈ ബാക്കി ഇതൊക്കെ ഇത് നമ്മളെ ട്രബിള്, ബാസ്, ഇങ്ങനെ ഇത് റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇതൊക്കെ നമ്മൾ ഈ 3 പോയിന്റും നമ്മൾ ഫുൾ വോളി ഇടുന്ന. ഇത് ഫുൾ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. റെക്കോർഡ് പക്ഷേ ഫുള്ളായിരിക്കണം. ബാക്കി ഇത് രണ്ടും ഇച്ചിരി കുറച്ചിട്ടാലും കുഴപ്പമില്ല, ഒരു 3/4 ഭാഗമൊക്കെ ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ ഇത് മ്യൂസിക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മ്യൂസിക്കിന് വേണ്ടിയുള്ളതാണ്. ഇത് നമ്മൾ എന്തെങ്കിലും മോണിറ്ററിലെ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനും എടുക്കാനും, അത് നമ്മുടെ തന്നെ കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്പീക്കറിൽ കേൾക്കുന്ന ഈ സ്പീക്കറിലെ തന്നെ ഇത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ എനിക്ക് ഇതുകൊണ്ട് സാധിക്കും. ഉണ്ട് ഇപ്പം ഞാൻ പറയുന്നത് കണ്ടില്ലേ, അത് ഭയങ്കരമായിട്ട് സൗണ്ട് ഇതാക്കി കണ്ടില്ലേ. അപ്പോൾ അത് നമ്മുടെ ഇതിലോട്ട് സ്പീക്കറിലോട്ട് വരും. സ്പീക്കറിലോട്ട് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നമ്മൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്പീക്കറിൽ സൗണ്ട് കൂടുന്നതനുസരിച്ച് നമുക്കത് ഭയങ്കര ഡിസ്റ്റർബായി വരും. അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് കൂട്ടാൻ പാടില്ല. നമുക്ക് വേണ്ടുന്ന ലെവൽ മാത്രം വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് ഈ റെക്കോർഡിങ് കാര്യങ്ങൾ നമ്മൾ ലൈവൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒരുപാട് റെക്കോർഡിങ്ങിനൊക്കെ ഒരുപാട് നമുക്ക് പ്രയോജനപ്പെടുന്ന ഒരു സിസ്റ്റമാണ് ഇതുകൊണ്ട് V8 സൗണ്ട് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് സംശയമുള്ളവർക്കൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സംശയങ്ങൾ തീരും. അഥവാ ഈ വീഡിയോ കണ്ടിട്ട് സംശയമുള്ളവർക്ക് മറ്റേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയം തീരും. ഓക്കെ, അപ്പോൾ അതേ രീതിക്കായി ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഞാൻ. അപ്പോൾ ഈ വീഡിയോ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ പ്രയോജനപ്പെടുമെന്ന വിചാരം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.